ഹലോ, എല്ലാവർക്കും ബി ആർ ഒ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിന്ന് ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരികളെല്ലാവരും കൂടി ഞങ്ങളിന്നിങ്ങനെ ഒരു പതുക്കെ ചെറിയൊരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു യാത്രയൊന്നുമല്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഒരാൾ ഇതേ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ 3 ആളും കൂടിയായിട്ടാണ് ഇറങ്ങണേ. പിന്നെ വഴിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ കുറേ പേര് കൂടി പോകാമെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ ഒരു 5-10 പേര് കൂടി പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളുടെ 2 വീലറുമ്പോഴാണ് പോണത്. അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നില്ല. ഞങ്ങൾ 3-5 പേരുണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ ആ സ്ഥലമൊക്കെ എത്തി. അവിടെ പാടാണ് കേട്ടോ. അതിലേ ഇങ്ങനെ വെള്ളം മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണത്. ഒരു പ്രത്യേക ഭംഗിയാണ്. അവിടെ ഞാറൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ആ ഞാറ് ഒക്കെ ഇങ്ങനെ മുളച്ച് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളുടെ കളികളിലും ചിരികളിലും നമ്മൾ നമ്മുടെ കൂട്ടുകാരികളെല്ലാവരും കൂടിയാകുമ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളുടെ പോലെ കുറേ ഫോട്ടോ എടുത്തു, കുറേ ഡാൻസ് കളിച്ചു. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അവൾ പറയാണ് അവളുടെ ഫോട്ടോ എടുത്തത് മതി എൻ്റെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ എന്നോട് മാറിപ്പോവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നീ ഫോട്ടോ എടുത്തോ. അപ്പോൾ വേറെ കുട്ടിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ വേറെ കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞു, നീ കുടയൊക്കെ അവിടെ വെക്കി. മഴയുണ്ടായിരുന്നു, ചെറിയ ചാറ്റലുണ്ടായിരുന്നു. ഒരു ചെറിയ ചാറ്റലോടെ ഈ സ്ഥലം കാണാൻ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞങ്ങളോട് ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ കുട ചൂടി നിൽക്കാനാണെങ്കിൽ ഇതിനെ വന്നേന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു ഞാൻ. എന്നിട്ട് അവളുടെ കുറേ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തു കൊടുത്തു കേട്ടോ. അവളുടെ കുറേ ഫോട്ടോ അവൾ ഓരോ പോസ്റ്റൊക്കെ ചെയ്തു. അങ്ങനെ കുറേ ഫോട്ടോകൾ എടുത്തു നമ്മൾ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ആ ബാഗ് ഊരി വയ്ക്കി, എന്നാലേ അതിന് പ്രത്യേക ഭംഗി ഉണ്ടാവുള്ളൂ, ഫോട്ടോ എടുത്ത് തരാം എന്നിട്ട് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ വാങ്ങിച്ചു. വേറെ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ അവളുടെ കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ അവളുടേത് മാത്രമല്ല ഞങ്ങൾ ഓരോരുത്തരും കുറേ ഫോട്ടോ എടുത്തു. ആ സ്ഥലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണത്. ചാറ്റിലാമ്പാടം എന്ന് പറയും. കൊടകര, തൃശ്ശൂർ ജില്ലയിൽ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്ററുള്ളൂ ഈ സ്ഥലത്തേക്ക്. ഒരു പ്രത്യേക ഭംഗിയാണ്. അവിടെ നിന്ന് അവൾക്ക് എന്തോ ഒരു ഫോട്ടോ എടുത്തിട്ട് മതിയാവണില്ല കേട്ടോ. കുറേ എല്ലാം പൊട്ടിച്ച് നിന്നു. അങ്ങനെ പോസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അവിടെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അന്നത്തെ ഒരു പകലെന്ന് വെച്ചാൽ ഉച്ച വരെ കേട്ടോ. ഉച്ചതിന് ഞങ്ങൾക്ക് ഒരുപാട് എല്ലാവരും നമ്മളെ വീട്ടിലെ അമ്മമാർക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ. അപ്പോൾ അതിലൊരു കുട്ടിയുടെ കൊച്ചിൻ്റെ ക്ലാസ്സിൽ മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഉള്ള ടൈം നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യാൻ വിചാരിച്ചു. എപ്പോഴും നമ്മുടെ വീട്ടിലെ പണികളും കാര്യങ്ങളും മക്കളെ നോക്കലും അവരെ സ്കൂളിൽ പറഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുറച്ച് ടൈം നമുക്ക് കിട്ടിയപ്പോഴാണ് നമ്മളിങ്ങനെ ഇറങ്ങിയത്. പിന്നെ അവർ രണ്ടാളും അങ്ങനെ നിന്നു ഇങ്ങനെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. പിന്നെ കളിയാക്കി, നിങ്ങൾ വേറെയാണെന്ന് വിചാരിക്കുക, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാം, നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കാം. കുറേ ഫോട്ടോ എടുക്കാം, സ്ഥലങ്ങൾ കാണാം, കുറേ ചിരിക്കുക, കളിക്കുക, അങ്ങനെയുള്ള ഉദ്ദേശം മാത്രമാണ്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പിള്ളേരെയൊക്കെ കൊണ്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ പിള്ളേരെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവരെ അങ്ങോട്ട് പോകല്ലേ ഇങ്ങോട്ട് പോകല്ലേ അവരങ്ങനെ നോക്കി വെച്ചിരിക്കും. അവർക്ക് ഒരു ഇതില്ലല്ലോ. പാറയൊക്കെ കാണുമ്പോൾ ആ പാറയുടെ മേലെ കയറലും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ചെളിയിൽ ചവിടുമ്പോൾ ചെളിയിൽ പോകല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കണ്ട് മോള് കണ്ടപ്പോൾ പറയാണ്, അമ്മ ഞങ്ങളുടെ കൂടെ വരുമ്പോൾ അമ്മ അങ്ങോട്ട് പോകല്ലേ ഇങ്ങോട്ട് പോകല്ലേ എന്നൊക്കെ പറയുമല്ലോ. ഇപ്പം അമ്മ എല്ലായിടത്തേക്കും പോകുന്നുണ്ടല്ലോ. അമ്മ ഞങ്ങളുള്ളപ്പോൾ അമ്മ ഭയങ്കര സീരിയസും, അമ്മയുടെ കുറേ കൂട്ടുകാരികൾ വന്നാൽ അമ്മ ചെറിയ കുട്ടിയാണെന്ന്. അപ്പോൾ ശരിയല്ലേ, നമ്മൾ അമ്മയുടെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ അമ്മയുടേതായ പക്വതയും നമ്മുടെ കൂട്ടുകാരികളൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലും ആവും അല്ലേ. നമ്മൾ കളിക്കലും ചിരിക്കലും അവരുടെ കൂടെയുള്ള കളിയും തമാശയും. നമ്മുടെ മക്കളുടെ കൂടെ ഞാൻ കളിക്കും ചിരിക്കില്ല എന്നല്ല കേട്ടോ പറയണേ. പക്ഷെ അവർ മഴ നനയും നമുക്ക് പേടിയാണ്. പക്ഷേ ഞാൻ ഈ മഴ ഫുള്ളും ഞാൻ കൊണ്ടുവിട്ടാ. ചെറിയ ചാറ്റലോട് കൂടിയുള്ളത് ഞാൻ കൊണ്ടു. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയില്ല. ഞങ്ങൾ ചെറുപ്പത്തിലേ ഇങ്ങനെ തന്നെയായിരുന്നു, മഴയും വെയിലും ഒക്കെ കൊണ്ടു വളർന്നു തന്നെയാണ്. പക്ഷെ നമ്മുടെ മക്കളെ അങ്ങനെ വിടാനായിട്ട് നമുക്ക് പേടിയാണ്, അവർക്ക് എന്തെങ്കിലും അസുഖം വരാമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അമ്മ അങ്ങനെ പോയപ്പോൾ ഞങ്ങളെ ഇനി സാറ്റർഡേ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുന്നുണ്ട്.
അപ്പം അങ്ങനെ ഈ സ്ഥലം കാണാനുണ്ടല്ലോ ഒരു പ്രത്യേക ആ കോടയൊക്കെ ഇറങ്ങി ആ ചെറിയ ചാറ്റലോട് കൂടി എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഒരു വേറൊരു സ്ഥലത്ത് നമ്മൾ വിചാരിക്കും മൂന്നാറാണോ വന്നേ അങ്ങനെയൊക്കെ തേയിലത്തോട്ടമാണോ എന്ന് വിചാരിക്കും. പക്ഷെ തേയിലത്തോട്ടം നല്ല കേട്ടാ, ഇങ്ങനത്തെ വള്ളി അങ്ങനെ പടർന്ന് അങ്ങനെ കിടക്കണതാണ്. നല്ല ഭംഗിയാണ്. പക്ഷെ നമുക്ക് അകലേന്ന് ഇങ്ങനെ കാണുമ്പോഴേ അതിൻ്റെ അടുത്തേക്കും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇഷ്ടംപോലെ പിള്ളേർ പോകുന്നുണ്ട് കേട്ടോ. അവർ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ പറയുന്നുണ്ട് അങ്ങോട്ട് പോവുകയൊന്നും ചെയ്യരുതെന്ന്. ഞങ്ങൾ ആ സ്ഥലമൊക്കെ കണ്ട് അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു നമുക്കെന്നാൽ കുട്ടിയും കോലും കളിക്കാമെന്ന് പറഞ്ഞിട്ട്, അതിൽ 2 പേർക്ക് കുട്ടിയും കോലും എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും അന്ന് കളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുട്ടിയും കോലൊക്കെ കളിച്ചു. പറയും ഇങ്ങനെയൊക്കെ കളിയുണ്ടോ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന്. അത് നമ്മൾക്ക് ആങ്ങളമാർ വേണം ശരിക്കും. ആങ്ങളമാരുണ്ടെങ്കിലാണ്, ചെറുപ്പത്തിലെ ആങ്ങളമാരുണ്ടെങ്കിൽ അവർ കളിക്കുന്ന കളികൾ ഈ കുപ്പിക്കായ വീക്കി കളിക്കലും ഈ കുട്ടിയും കോലും കളിയും അതൊക്കെ അവരുടെ ആൺപിള്ളേരുടെ കളികളാണ്. പെൺപിള്ളേർ അങ്ങനെ കളിക്കുന്നത്. പക്ഷെ ഞാനൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ കൂടെ നിന്ന്. അങ്ങനെ ഒരു ഞങ്ങൾ പാടത്തിറങ്ങി കളിച്ചു, ചെളിയിൽ കളിച്ചു, ഒരു വെള്ളത്തിൽ കളിച്ചു, വെള്ളത്തിൽ കിടന്നു മറഞ്ഞു. അങ്ങനെ അന്നത്തെ ഒരു ഉച്ച വരെയുള്ള ടൈം, അങ്ങനെ ഉച്ച വരെയുള്ള ടൈമൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ കളിച്ചും ചിരിച്ചും മഴ കൊണ്ടും. ഞങ്ങളൊരു രാവിലെ 10 മണിയായി പോയി. പിന്നെ ഞങ്ങൾ 1 മണിയായപ്പോഴേക്കും തിരിച്ചു വന്നു കേട്ടോ. നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. മക്കൾ വരാറായി, അവർ വരുമ്പോഴേക്കും കഴിക്കാനുള്ള ചായയും ഫുഡൊക്കെ റെഡിയാക്കണം. പിന്നെ ഒരാൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോരം ഫോട്ടോ എടുത്താലും മതിയാവണുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ പല പോസിലും ഫോട്ടോ എടുക്കലായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങളാരെങ്കിലും ഇതേപോലെയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാറുണ്ടോ? അതിനുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരും. ഞങ്ങളുടെ പുതിയ ഓരോ വീഡിയോകളും, ഞങ്ങൾ ഇതേപോലെയുള്ള ഓരോ സന്തോഷങ്ങളും ഞങ്ങൾ ഈ വീഡിയോയിലിടണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി പുതിയ വീഡിയോകൾ ഇനി ഇടാൻ പറ്റുള്ളൂ. ഇടണ വീഡിയോകൾ നിങ്ങൾക്ക് ശരിക്കും കാണാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കളിച്ചിട്ടൊന്നും മതിയാവണേ ഇല്ല, ഫോട്ടോ എടുത്തിട്ടും മതിയാവണില്ല. ഓരോരുത്തർക്കും അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ഒരു ഗോശാലയുണ്ട്. ആ ഗോശാലയിലെ പശുക്കളങ്ങനെ അവിടെ പാടത്തൊക്കെ കൊണ്ടുവന്ന് കെട്ടി. പാടത്ത് കുറേ പശുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ തീർന്നു. അപ്പം അങ്ങനെ ടാറ്റ ബൈ സീ യു. മഴയാണ്, എല്ലാവരും ശ്രദ്ധിക്കണം.